ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഗ്രീൻ ബ്രോസ്റ്റ് ചിക്കൻ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുന്നതിന്റെ പകുതി മാത്രം പുതിനയില ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഈ മസാലയ്ക്ക് മുഴുവനായി കിട്ടേണ്ടത്. അതിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പച്ച കളറിലുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവനായി പിഴിഞ്ഞു കൊടുക്കുക. ഈ മസാല അത്യാവശ്യം നല്ല എരിവും പുളിയുള്ള മസാല ആയിരിക്കണം. എങ്കിൽ മാത്രമേ ബ്രോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ തൈര്, പാകത്തിന് ഉപ്പ്, എന്നിവ ചേർത്ത് നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ മസാല നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ എരിവും പുളിയും ഉപ്പൊക്കെ കറക്റ്റ് ആക്കി വെക്കണം. ഇത് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബ്രോസ്റ്റ് മിക്സ് തയ്യാറാക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ പൊടികളും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
എഗ്ഗ് ഒന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഈ ബ്രോസ്റ്റ് മിക്സിൽ കോട്ട് ചെയ്തതിന് ശേഷം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രോസ്റ്റ് മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കന് ഡബിൾ കോട്ടിങ് കൊടുക്കാനാണിത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ബ്രോസ്റ്റിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ചിക്കനും മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടാനും സ്പൈസിനെസ്സിനും വേണ്ടിയിട്ട് ഈ മസാലയിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. സ്പൈസി ഇഷ്ടമുള്ളവർ മാത്രം ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി, അല്ലാത്തവർ മറ്റേ സ്റ്റെപ്പിൽ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുങ്ങാൻ പാകത്തിനുള്ള ഓയിൽ വേണം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 ഭാഗം കുക്കായി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം ഏകദേശം കുക്കായതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ 2 ഭാഗവും മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഗ്രീൻ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.